ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര രൂപയാണ് അവർ മാർക്കറ്റിംഗിൽ ലാഭിച്ചത്? തല ആടെയാണെങ്കിലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. വെൽക്കം ടു ജംഗിൾ വൈബ്സ്. ഞാൻ സംസാരിക്കുന്നത് BB6 അഥവാ ബിഗ് ബോസ് സീസൺ 6ന്റെ മാർക്കറ്റിംഗ് ടീമിനെ പറ്റിയാണ്. മാർച്ച് 10 മുതലാണ് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങുന്നത്. അതിനെപ്പറ്റിയുള്ള കുറേയധികം അഡ്വർടൈസ്മെന്റ്സ്, ലാലേട്ടൻ അഭിനയിച്ച കുറേയധികം മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ്സ് വന്നിരുന്നു. കുറേയധികം പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ ചാനലുകളിലും യൂട്യൂബിലും TV-യിലും എല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഓളം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് വെച്ച് അരി മേടിക്കുന്നവർ പോലും, യൂട്യൂബ് കണ്ടന്റ് ആക്കി അരി മേടിക്കുന്നവർ പോലും ഉറക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയായിരുന്നു. തുടങ്ങട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ള കണ്ടീഷനിലായിരുന്നു. വ്യൂവേഴ്സിന്റെ കാര്യം പറയാനില്ല. ആരാണ് കോണ്ടസ്റ്റൻസ്, ആരൊക്കെയാണ് മത്സരിക്കാൻ വരുന്നതെന്ന് അറിയാതെ കാണേണ്ട ആവശ്യം വന്നിട്ട് ഈ അറിയാത്ത ഏതൊക്കെയോ ആൾക്കാരാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഉറക്കം തൂങ്ങിയ എപ്പിസോഡുകളാണെങ്കിൽ കാണാനൊരു സുഖമില്ല എന്നൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോഴാണ് പോളി ഫിറോസും അഖിൽ മാരാറും തമ്മിൽ അടി തുടങ്ങിയത്. അഖിൽ മാരാർ കഴിഞ്ഞ സീസണിലെ വിന്നർ, BB5 വിന്നറും മുൻപ് തക്കിട തരികട കാണിച്ച് ഔട്ടായിപ്പോയ പോളി ഫിറോസ് അഥവാ ഫിറോസ് ഖാനും തമ്മിൽ അടി തുടങ്ങിയത്. അടി തുടങ്ങിയതോടുകൂടി രംഗം ഒന്ന് കൊഴുത്തു, ഓളം വെച്ചു. എല്ലാവരും ഇപ്പോൾ BB6ന്റെ സംസാരത്തിലാണ്. അത് കാണുന്ന സ്ഥിരം പ്രേക്ഷകരല്ലാത്തവർക്ക് പോലും BB6 വരുന്നുണ്ടെന്നും മാർച്ച് 10 മുതലാണെന്നും മനസ്സിലായിരിക്കുന്നു. ഇപ്പൊ അടി തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ ചില സ്റ്റേറ്റ്മെന്റ്സിന്റെ പുറത്താണ്. അഖിൽ മാരാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് അതിന് എരികേറ്റിയത്. അതിൽ എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ ആക്കിയത്, അവരുടെ അടി വേറെ ലെവലിലേക്ക് എത്തിച്ചത്. അഖിൽ മാരാർ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ സീസണിൽ അതായത് BB5-ൽ കുറച്ച് മാനം മര്യാദയുള്ള 10-20 പേരാണ് വന്നത്. മാനം മര്യാദയുള്ള 10-20 പേർ മത്സരിച്ച സീസണാണ് ബിഗ് ബോസ് സീസൺ 6. രണ്ടാമത് പറഞ്ഞത് ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിക്കൊടുത്ത സീസണാണ് BB5, അതായത് സീസൺ 5. മൂന്നാമത് ടോക്സിക് അല്ലാത്ത കോണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് BB5, അതായത് സീസൺ 5. പറയുന്ന ആരാണെന്ന് നോക്കണം. അഖിൽ മാരാറാണ് പറയുന്നത്. ടോക്സിക് അല്ലാത്ത കോണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് BB5. നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് യെറ്റ് ടു കം എന്ന് വിശ്വസിക്കാനാണ് എന്നെ പോലുള്ളവർക്ക് ഇഷ്ടം. പിന്നെ മാക്സിമം പേർ, ഞാൻ കമന്റ് സെക്ഷനിൽ നോക്കുമ്പോൾ മാക്സിമം പേർ പറയുന്നത് BB4 സീസൺ 4 ആയിരുന്നു കൂടുതൽ രസമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കോണ്ടന്റ് ഉണ്ടായിരുന്നത് എന്നാണ്. BB5-ൽ കോണ്ടന്റ് ഇല്ലാതെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം. എന്തായാലും BB4 ആണോ, BB5 ആണോ, 3 ആണോ, 2 ആണോ, 1 ആണോ നല്ലത് എന്നത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഈ അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. അഖിൽ മാരാർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ലാഭം ഏഷ്യാനെറ്റിന് ഉണ്ടാക്കി കൊടുത്തത് BB5 ആണ്, സീസൺ 5 ആണ്. ബിഗ് ബോസ് സീസൺ 5 ആണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്തതെന്നാണ്. ഇത് ഏത് സോഴ്സിൽ നിന്നാണ് അഖിൽ മാരാർ അറിഞ്ഞത് അല്ലെങ്കിൽ മനസ്സിലാക്കിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഏഷ്യാനെറ്റിൽ നിന്ന് തങ്ങളുടെ ലാഭം എത്രയാണെന്നോ, ഏത് സീസണിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിരുന്നോ അങ്ങനെയൊന്നും പുറത്തു വിടാറില്ല. അതൊക്കെ അവരുടെ ബിസിനസ് കാര്യങ്ങളാണ്. അതിനൊന്നും അവർക്ക് പുറത്തു വിടുകയോ പബ്ലിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ബോർഡ് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് മാത്രം ഡിസ്കസ്, അത് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് പോലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പാദത്തിൽ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ എത്ര കിട്ടിയെന്ന് മാത്രം അവർക്ക് ഡിസ്കസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇന്നർ ഇൻഫർമേഷൻ അഖിൽ മാരാറിന് എവിടെ നിന്ന് കിട്ടി എന്ന് അറിയില്ല. അഖിൽ മാരാറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം നല്ല രീതിയിൽ വായിക്കുന്ന ആളാണ്, നല്ല രീതിയിൽ കാര്യങ്ങളെ കൺവേ ചെയ്യാൻ അറിയാവുന്ന ആളാണ്, കാര്യങ്ങളെ അവതരിപ്പിക്കാൻ അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് കള്ളം പറഞ്ഞാലും നല്ല മനോഹരമായിട്ട് കള്ളം പറയാനും കക്ഷി കഴിയും. ആ കേൾക്കുന്ന ആളെ വിശ്വസിപ്പിക്കാൻ ഉള്ള കഴിവുണ്ട്. അത് നട്ടാൽ കുരുക്കാത്ത കള്ളമാണെങ്കിൽ പോലും കേൾക്കുന്നവർ വിചാരിക്കുന്നത് എന്തോ സത്യമായ കാര്യമാണ്. അപ്പോൾ ഈ ലാഭത്തിന്റെ കാര്യം സൈഡിലോട്ടിരിക്കട്ടെ, അത് താങ്കൾക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസ് സീസൺ 5 വന്നവരൊക്കെ മാനവും മര്യാദയുള്ള കുടുംബത്തിൽ നിന്നാണ്. ഈ മാനവും മര്യാദ എന്താണ്? മാനവും മര്യാദ ആരാണ് തീരുമാനിക്കുന്നത്? BB5-ൽ ജയിച്ചത് കൊണ്ട് അഖിൽ മാരാറിന് മറ്റുള്ളവരുടെ മാനവും മര്യാദയും തീരുമാനിക്കാനുള്ള അധികാരം കിട്ടി എന്ന് കരുതുന്നുണ്ടോ? അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതോ ബാക്കി ഇതിനു മുമ്പ് വന്നവരെല്ലാം ഒരു മാനവും മര്യാദ ഇല്ലാതെ അഴിഞ്ഞാടി തോന്നിവാസം കാണിച്ച് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി നടക്കുന്നവരാണ് എന്നാണോ? അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അഖിൽ മാരാർ തങ്ങളുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. താങ്കളും സീക്രട്ട് ഏജന്റുമായുള്ള അടിയും താങ്കളും മറ്റു പലരുമായിട്ടുള്ള അടിയും താങ്കളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ വന്നിരുന്ന് താങ്കളുടെ പ്രഹസനങ്ങളും താങ്കളുടെ അഭിപ്രായങ്ങളും ഒന്ന് എടുത്തു നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം താങ്കളുടെ മാനവും മര്യാദയുടെ അളവുകോൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
പിന്നെ മൂന്നാമത്തെ കാര്യം, ടോക്സിക് അല്ലാത്ത കോണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് സീസൺ 5 എന്നാണ്. താങ്കളുടെ ആരാധകനാണ് ഞാൻ, ആരാധകനാണ്. താങ്കളുടെ സംസാര രീതി, താങ്കൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി എല്ലാം ഭയങ്കര രസമാണ്. താങ്കൾ നല്ല വായനാശീലമുള്ള ഒരാളാണ്. താങ്കളെ പറ്റിയുള്ള ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ്. അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അഖിൽ മാരാർ മറ്റുള്ളവരെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്, അഖിൽ മാരാർ എന്തുകൊണ്ട് വിജയിക്കുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ താങ്കൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, താങ്കൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന രീതി എല്ലാം നല്ലതാണ്. പക്ഷേ ആ ടീമിൽ BB5 ഉണ്ടായിരുന്ന ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് താങ്കളാണ്. ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് താങ്കളായിരുന്നു. താങ്കളത് മനസ്സിലാക്കുക. താങ്കളൊരു ടോക്സിക് പേഴ്സണാലിറ്റി തന്നെയാണ്. അല്ല എന്ന് താങ്കൾക്ക് ഒരിക്കലും ആരോടും പറയാൻ കഴിയില്ല. ഇൻഫാക്ട് ഇത്തരം ഷോസ്, അതായത് ബിഗ് ബോസ് ആവട്ടെ, MTV റോഡീസ് ആകട്ടെ, സ്പ്ലിറ്റ്സ് വില്ല ആകട്ടെ, അങ്ങനെയുള്ള ഏത് ഷോ എടുത്താലും അതിലെല്ലാം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ മുന്നിലേക്ക് പോകുന്നതും വിജയിക്കുന്നതും. പരമാവധി അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. മണിക്കൂട്ടിനെ പോലുള്ള ആൾക്കാർ ടോക്സിക് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പല ഷോസിലും ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ മുന്നേറ്റം നടത്താറുണ്ട്, പലപ്പോഴും വിജയിക്കാറുമുണ്ട്. കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പ്രേക്ഷകന് കൂടുതൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. എന്തോ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രേക്ഷകൻ അത്തരം ആൾക്കാരിലേക്ക്. ചിലപ്പോൾ തങ്ങൾ അതുപോലെ ടോക്സിക് അല്ല എന്നുള്ള ചിന്ത കൊണ്ട് കിട്ടുന്ന ഒരു സുഖമായിട്ട്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഇതുപോലുള്ള സിനിമകൾ, ഇത്രയും ലോ ക്വാളിറ്റി സിനിമകൾ എടുക്കില്ല, അല്ലെങ്കിൽ ഇത്രയും ലോ ക്വാളിറ്റി കൺസെപ്റ്റുള്ള സിനിമകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല, നമ്മൾ അതിനേക്കാൾ ബെറ്റർ ആണ് എന്നൊരു തോന്നലാണ്. അതുകൊണ്ടാണ് അത്തരം പരിപാടികൾ, അത്തരം സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന് അത്തരം പരിപാടികൾക്ക് റീച്ച് കിട്ടുന്നത്. ചിലപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും മാനസികാവസ്ഥ കൊണ്ടാവാം ടോക്സിക് പേഴ്സണാലിറ്റീസിന് ഇത്തരം ഷോസിൽ റീച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ താങ്കൾ ടോക്സിക് അല്ല എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. താങ്കൾ ടോക്സിക് തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മാനവും മര്യാദയും, താങ്കൾ ടോക്സിക് അല്ല എന്നുള്ള ചിന്തയും ഒക്കെ ഉണ്ടാകുന്നത് BB5 ജയിച്ചതോടെ താങ്കൾ എന്തോ ആയി എന്നുള്ള ചിന്തയിൽ നിന്നാണ്. മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരാളെ തലയിലേറ്റിയാൽ ഒരു 4 ദിവസം തലയിലേറ്റി നടക്കും, അഞ്ചിൻ്റെ നിന്ന് പിടിച്ച് താഴെ ഇടും. ഇപ്പോൾ അഖിൽ മാരാറിന് അത് സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കാൻ ഒരു പ്രധാന കാരണം അഖിൽ മാരാരുടെ പല കാര്യങ്ങളിലുള്ള അഭിപ്രായം അല്ലെങ്കിൽ ബിഹേവിയർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഖിൽ മാരാർ ഒരു അർദ്ധരാത്രി കുടപിടിക്കുന്ന ഒരു അല്പനായി മാറി എന്നൊരു കൺസെപ്റ്റിലേക്കാണ് കൂടുതൽ ജനങ്ങൾ, കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് താങ്കളെ ആരാധിച്ചിരുന്നവർ പോലും ഇപ്പോൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അതിനർത്ഥം താങ്കളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ പ്രതികരണങ്ങളിൽ വന്ന വ്യതിയാനങ്ങൾ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇപ്പോൾ BB5ന്റെ കാര്യം എടുത്താൽ BB5ൽ ഏകദേശം മധ്യം വരെയും വളരെയധികം ബോറായിരുന്നു. പ്രോഗ്രാം കോണ്ടന്റ് ഉണ്ടായിരുന്നില്ല. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലും ക്ഷാമം നേടുകയായിരുന്നു. അവർ എന്ത് വെച്ച് കോണ്ടന്റ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചലഞ്ചേഴ്സിനെ മറ്റു ഏഷ്യാനെറ്റ് കൊണ്ടുവന്നത്. എന്നിട്ട് പോലും അത് അത്രയും ടേക്ക് ഓഫ് ആയില്ല. മധ്യത്തിന് ശേഷം ഏകദേശം ക്ലൈമാക്സിനോടോ അല്ലെങ്കിൽ ഫിനാലയോട് അടുക്കുന്ന സമയത്തൊക്കെയാണ് കുറച്ചുകൂടെ അതിനൊരു റീച്ച് കിട്ടിയത്. എന്നാൽ പോലും അഖിൽ മാരാറിന് നല്ലൊരു കണ്ടസ്റ്റന്റ് ഇല്ലാത്തത് വളരെ ഒരു പ്രശ്നമായി മാറിയിരുന്നു. ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെ ഫുട്ബോൾ കളിക്കാൻ നടക്കുന്ന ഇന്ത്യയുടെ അവസ്ഥയായിരുന്നു കാര്യങ്ങൾ. അർജന്റീന എന്തായാലും ജയിക്കും. ആ കളി കാണാൻ അർജന്റീനക്കാർക്കോ ഇന്ത്യക്കാർക്കോ പോലും താല്പര്യം ഉണ്ടാവില്ല. മെസ്സി കളിച്ചാൽ മെസ്സി എത്ര ഗോൾ അടിക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി മെസ്സി ആരാധകർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ആ കളി കാണാൻ ഒരു രസവും ഉണ്ടാവില്ല. ശക്തരായ ഓപ്പോണൻസ് കളിക്കുമ്പോഴാണ് ആ കളി രസമുള്ളതാകുന്നത്, കളി കാണാൻ കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇന്ത്യ അർജന്റീന ഫുട്ബോൾ മാച്ച് കാണാൻ അധികം പേർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെയായിരുന്നു BB5ലും. താങ്കൾ വിജയിയാണ് എന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു. കാരണം അഖിൽ മാരാറിന് പറ്റുന്ന അതുപോലെ കാര്യങ്ങളെ അവതരിപ്പിക്കാനും പഠിക്കാനും തന്ത്രം കളിക്കാനും അറിയാവുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല. ജുനൈസ് കുറെ അധികം ശ്രമിച്ചു നോക്കി, പക്ഷേ ജുനൈസ് ആ ലെവലിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ശോഭ വിശ്വനാഥന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു നെഗറ്റീവ് ഇമേജ് കിട്ടിയത് കൊണ്ട് ശോഭ വിശ്വനാഥനും ആ റേസിൽ നിന്ന് ഔട്ടായിരുന്നു. റെനീഷ റഹ്മാൻ ആ മെച്യൂരിറ്റി ഇല്ലാന്ന് ചിലർക്ക് തോന്നിയുകൊണ്ട് റെനീഷ റഹ്മാനും ആ കോണ്ടസ്റ്റന്റ് ലെവലിലേക്ക് വന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വിജയിക്കുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും മാക്സിമം വ്യൂവേഴ്സ് എടുത്തു പറയുന്ന പേര് റോബിൻ രാധാകൃഷ്ണൻ്റെതാണ്. റോബിൻ രാധാകൃഷ്ണൻ വളരെ ശക്തനായ ഒരു കളിക്കാരനായിരുന്നു, ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ കമന്റ് ബോക്സുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ഉള്ളത് രജിത് കുമാറാണ്. രജിത് കുമാറിനെ പോലെ ടോക്സിക് ആയ വേറൊരാളെ ഞാൻ ബിഗ് ബോസ് ഷോകളിൽ കണ്ടിട്ടില്ല. പക്ഷെ അത്യധികം ടോക്സിക് ആണ്. പക്ഷെ ആ ടോക്സിസിറ്റി
എന്തൊക്കെയോ നന്മ മരം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെയോ നന്മ പറഞ്ഞ് ഹൈഡ് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഹൈഡ് ചെയ്യപ്പെടുന്നില്ല. അയാൾ ടോക്സിക് പേഴ്സണാലിറ്റി തന്നെയാണ്. അഖിൽ മാരാറിനേക്കാൾ ഉയർന്ന ടോക്സിസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് രജിത് കുമാർ. ആ രജിത് കുമാറിന് ഇപ്പോഴും ഫാൻസ് ഉണ്ട്. അഖിൽ മാരാർ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ BB5 ഒരിക്കലും അത്ര നല്ല സീസൺ ആയിരുന്നു എന്ന് എനിക്കും തോന്നുന്നില്ല, പലർക്കും തോന്നുന്നില്ല. കാരണം അതിന് പ്രധാന കാരണം താങ്കളല്ല, താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആ ലെവലിലേക്ക്, ആ മത്സരത്തിന്റെ ലെവലിലേക്ക് ഒരിക്കലും ഉയർന്നില്ല എന്നതാണ്. അപ്പോൾ എന്തായാലും BB6 ആ പ്രശ്നം ഉണ്ടാകില്ലെന്നും ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ ഇന്ത്യ, ബാണി ജെ ഇവരൊക്കെ നല്ല രീതിയിൽ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് അനലൈസ് ചെയ്തിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് എന്നും വിശ്വസിക്കാം. കാരണം കോണ്ടസ്റ്റൻസ് ഇല്ലെങ്കിൽ ആ ഷോ ഫ്ലോപ്പ് ആയി പോകും. ഷോയുടെ ആ ഒരു എനർജി നഷ്ടപ്പെടും. എനർജി ഇല്ലാത്ത ഷോ കണ്ട് ഉറക്കം തൂങ്ങി കാണേണ്ട ആ ഒരു കാര്യം പ്രേക്ഷകർക്ക് തൽക്കാലമില്ല. അവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. OTT കൂടെ വന്നതോടുകൂടി ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് ഏത് വേണമെങ്കിലും കാണാൻ. അപ്പോൾ ഈ ഷോ നിലനിൽക്കണമെങ്കിൽ ശക്തരായ കണ്ടസ്റ്റൻസ് തന്നെ വേണം. എന്തായാലും BB6 മാർക്കറ്റിങ്ങിനുള്ള എത്ര രൂപയാണ് ഏഷ്യാനെറ്റ് ലാഭിച്ചതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ ഒരൊറ്റ അടി കൊണ്ട്, ഫിറോസ് ഖാനും അഖിൽ മാരാറും തമ്മിലുള്ള അടി കൊണ്ട് നല്ല രീതിയിൽ കാശ് ലാഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഷോയെ മാക്സിമം പേരിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. മാർച്ച് 10 മുതൽ തുടങ്ങുന്നു എന്നുള്ള കാര്യവും മാക്സിമം പേർ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഷോയ്ക്ക് നല്ല കോണ്ടസ്റ്റൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഷോ വൻ വിജയമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനും ഉണ്ടാവും അനാലിസിസും മറ്റുമായിട്ട്. വീണ്ടും കാണാം. താങ്ക് യു.